രാഹുൽ ഗാന്ധിയുടെ വ്യാജ വോട്ട് ചോരി നാടകത്തിൽ തൻ്റെ വീഡിയോ പ്രദർശിപ്പിച്ചതിനെ അനുകൂലിച്ച് പരിഹസിച്ച സന്ദീപ് വാര്യർക്ക് മറുപടി നൽകി ബി.ജെ.പി. നേതാവ് ബി. ഗോപാലകൃഷ്ണൻ. ഒരു കസേരയ്ക്ക് വേണ്ടി എന്തും ചെയ്യാൻ മടിക്കാത്ത ആളാണ് സന്ദീപ് എന്ന അർത്ഥത്തിലായിരുന്നു ഗോപാലകൃഷ്ണൻ തൻ്റെ ഫേസ്ബുക്കിൽ കുറിച്ചിട്ടുണ്ടായിരുന്നത്. അദ്ദേഹം പറയുന്നത് ഇങ്ങനെയാണ്: സ്വന്തം പാർട്ടി പ്രവർത്തകരുടെ തല്ലുവാങ്ങി ഒടിഞ്ഞ കാലും തൂക്കി തൃശ്ശൂർ പൂങ്കുന്നത്ത് നിന്ന് ഒറ്റപ്പാലം വഴി പെരിന്തൽമണ്ണയ്ക്ക് കണ്ടം വഴി ഓടിയ നിന്നോളം ബുദ്ധിമാൻ ഈ ഭൂമി മലയാളത്തിലുണ്ടോ? ഒരു കസേര കിട്ടിയാൽ മുൻപ് ഛർദ്ദിച്ചതൊക്കെ എടുത്ത് 3 നേരം അമൃത് പോലെ ഉരുട്ടി വിഴുങ്ങുന്ന നിന്നെപ്പോലെ ഉളുപ്പില്ലാത്ത ജീവിയാവാൻ എല്ലാവർക്കും കഴിയില്ല. വാരിയറിൻ്റെ ജൽപ്പനങ്ങൾക്ക് ഇതിനും അപ്പുറം ഒരു മറുപടിയും അർഹിക്കുന്നില്ല എന്ന് ഗോപാലകൃഷ്ണൻ ഫേസ്ബുക്കിൽ കുറിച്ചിട്ടുണ്ടായിരുന്നു. ഒരുപാട് വിമർശനങ്ങളാണ് സന്ദീപ് വാര്യർക്കെതിരെ വന്നുകൊണ്ടേയിരിക്കുന്നത്. അതേസമയം രാഹുൽ ഗാന്ധിയുടെ വോട്ട് ചോർത്തൽ ആരോപണത്തിന് മറുപടി നൽകിയിരിക്കുകയാണ് കേന്ദ്രമന്ത്രി കിരൺ റിജിജു. കോൺഗ്രസ് നേതാക്കൾ പ്രവർത്തിക്കുന്നില്ല എങ്കിൽ അവർ എങ്ങനെ വിജയിക്കുമെന്ന് കിരൺ റിജിജു ചോദിക്കുകയാണ്. രാഹുൽ ഗാന്ധി വ്യാജ പേരുകൾ ഉപയോഗിച്ചാണ് ആരോപണങ്ങൾ ഉന്നയിക്കുന്നത്. അദ്ദേഹം ഒരിക്കലും ഗൗരവമായി സംസാരിക്കാറില്ല. രാഹുൽ ഗാന്ധിയുടെ ആരോപണങ്ങൾ അടിസ്ഥാനരഹിതം തന്നെയാണ്. അദ്ദേഹം എപ്പോഴും തെറ്റിദ്ധരിപ്പിക്കാൻ ശ്രമിക്കുന്നുവെന്നും കിരൺ റിജിജു പറയുകയാണ്. ഇതിനു പുറമെ ബീഹാറിൽ ഇന്ന് വോട്ടെടുപ്പ് നടക്കാനിരിക്കെ തൻ്റെ പരാജയങ്ങൾ മറച്ചുവെക്കാൻ രാഹുൽ ഗാന്ധി വീണ്ടും ഒരു പത്രസമ്മേളനം നടത്തി ഹരിയാനയുടെ കഥ പറയുകയായിരുന്നു. ബീഹാറിൽ ഒരു പ്രശ്നവും അവശേഷിക്കുന്നില്ല എന്ന് രാഹുലിന് അറിയാം. അതിനാൽ ശ്രദ്ധ തിരിക്കാൻ അദ്ദേഹം ഹരിയാന വിഷയം കെട്ടിച്ചമയ്ക്കുകയാണ് എന്നും റിജിജു വ്യക്തമാക്കിയിരിക്കുകയാണ്. കൂടാതെ 2004 ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ എക്സിറ്റ് പോളുകളും അഭിപ്രായ പോളുകളും ബി.ജെ.പിക്കും എൻ.ഡി.എക്കും വിജയം പ്രവചിച്ചു. പക്ഷേ വോട്ടെണ്ണലിൽ എൻ.ഡി.എ പരാജയപ്പെടുമെന്ന് കാണിച്ചു. ഞങ്ങൾ ഫലങ്ങൾ അംഗീകരിക്കുകയും യു.പി.എ അഭിനന്ദിക്കുകയും ചെയ്തു. പക്ഷേ ഞങ്ങൾ തെരഞ്ഞെടുപ്പ് കമ്മീഷനെ കുറ്റപ്പെടുത്തിയില്ല എന്നും അദ്ദേഹം പറയുകയാണ്. ജനാധിപത്യത്തിൽ വിജയവും പരാജയവും ഒരുപോലെ അംഗീകരിക്കണമെന്ന് കിരൺ റിജിജു പറയുകയാണ്. രാഹുൽ ഗാന്ധി വിദേശത്തേക്ക് പോയി രാജ്യത്തെയും ജനാധിപത്യത്തെയും സ്ഥാപനങ്ങളെയും അപകീർത്തിപ്പെടുത്തിക്കൊണ്ടാണ് ഇരിക്കുന്നത്. രാഹുൽ ഗാന്ധി തൻ്റെ പരാജയങ്ങൾ മറച്ചുവെക്കാൻ തെറ്റായതും യുക്തിരഹിതവുമായ അവകാശവാദങ്ങൾ ഉന്നയിക്കുകയും അസംബന്ധം പറയുകയും ചെയ്യുകയാണ്. ഇന്ത്യ വിരുദ്ധ ശക്തികളുമായി സഹകരിച്ച് രാഹുൽ ഗാന്ധി കളിക്കുന്ന കളി ഒരിക്കലും വിജയിക്കില്ല എന്നും അദ്ദേഹം തുറന്നടിക്കുകയാണ്.